പര്യക്തരെ സംരക്ഷിക്കുന്നത് ജീവിതവ്രതമാക്കിയവർ ദൈവത്തിനു മുന്നിൽ നിർമ്മലരും ലോകത്തിന് ദാസികളുമായവർ. ആർക്കും വേണ്ടാത്ത അഗതികളെ ഇരു കൈയും നീട്ടി സ്വീകരിച്ചുകൊണ്ട് നിർമ്മലദാസി സമർപ്പിതർ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു, ഇതാ ഞാൻ. ദൈവം വിളിച്ചപ്പോൾ സാവൂൾ പറഞ്ഞ അതേ വാക്കുകൾ. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ സിസ്റ്റർ ലിബി റോസ്, നിർമ്മലദാസി സമർപ്പിത സമൂഹത്തിലെ ഒരു അംഗമാണ്. ഈശോയുടെ സ്നേഹം തിരിച്ചറിഞ്ഞ് എങ്ങനെയാണ് ഞാൻ നിർമ്മലദാസി സമൂഹത്തിൽ അംഗമായതെന്നും ഇപ്പോഴും ആ സ്നേഹം എങ്ങനെയാണ് ഞാൻ അനുഭവിക്കുന്നതെന്നും പങ്കുവയ്ക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. തൃശ്ശൂർ ജില്ലയിലെ ഒല്ലൂർ എന്ന സ്ഥലത്താണ് എൻ്റെ വീട്. അപ്പച്ചനും അമ്മയും അനിയനൊക്കെയുള്ള ഒരു സാധാരണ കുടുംബം. അപ്പച്ചൻ എന്നും പുലർച്ചെ 3 മണിക്ക് എഴുന്നേറ്റ് പണിക്ക് പോവും. കാരണം എൻ്റെ അപ്പച്ചന് വിറക് പണിയാണ്. അപ്പച്ചൻ പോകുന്നതോടൊപ്പം തന്നെ അമ്മ എഴുന്നേറ്റ് 2 പേരും കുരിശുരൂപത്തിന് മുന്നിൽ പ്രാർത്ഥിച്ച് അപ്പച്ചൻ ജോലിക്ക് പോകും. തിരിച്ച് അമ്മ ഇരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. അങ്ങനെയുള്ളൊരു കാഴ്ചയാണ് ചെറുപ്പം മുതലേ ഞാൻ കണ്ടുകൊണ്ടിരിക്കാറ്. അമ്മ പ്രാർത്ഥിക്കുമ്പോൾ ഒപ്പം പോയിരിക്കുന്ന ഒരു ശീലം എനിക്കുണ്ട്. ചൊല്ലുന്ന പ്രാർത്ഥനകൾ എന്താണെന്നോ ഏതാണെന്നൊന്നും തിരിച്ചറിയാനായിട്ട് എനിക്കറിയില്ലായിരുന്നു കേട്ടോ. അപ്പോൾ ഒപ്പം ഇരുന്ന് അമ്മയോടൊപ്പം പ്രാർത്ഥിച്ചില്ലെങ്കിലും ചെറുപ്പം മുതലേ അമ്മയുടെ പ്രാർത്ഥനയുടെ ഒപ്പം ഇരിക്കുന്നൊരു ശീലം ഉണ്ട്. ഞാനിങ്ങനെ സൺഡേ ഗേറ്റിസം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ 3ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഞങ്ങളെ പഠിപ്പിക്കുന്ന ഒരു സിസ്റ്റർ പറഞ്ഞു, ഈശോയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ളവരെയാണ് ഈശോ അച്ഛന്മാരും സിസ്റ്റർമാരും ഒക്കെ ആക്കാന്ന്. എന്നിട്ട് സിസ്റ്റർ പറഞ്ഞു, ഈശോ അങ്ങനെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടണമെങ്കിൽ ഈശോയോട് നിങ്ങൾ സംസാരിക്കണം, ഈശോയെ സ്നേഹിക്കണം. പിന്നെ ഈശോ പറയുന്നത് ഇപ്പോൾ അപ്പച്ചന്മാർ മാതാപിതാക്കന്മാരിലൂടെയൊക്കെ ആവുമല്ലോ, അപ്പോൾ അവരൊക്കെ പറയുന്നത് അനുസരിക്കണമെന്ന്. അപ്പോൾ പിന്നെ സിസ്റ്റർ പറഞ്ഞൊരു കാര്യമാണ്, നിശബ്ദതയിലാണ് ഈശോ സംസാരിക്കുക എന്നുള്ളത്. അപ്പോൾ ഞാൻ തിരിച്ചു വന്ന നിശബ്ദത എന്ന് പറയുന്ന സമയം നമ്മൾ കുട്ടികളാവുമ്പോൾ എപ്പോഴും കളിച്ചും ചിരിച്ചൊക്കെ നടക്കുന്ന സമയമാണല്ലോ. അപ്പോൾ വിചാരിച്ചു അപ്പച്ചൻ പോകുന്ന സമയമാണ് ഏറ്റവും നിശബ്ദമായ സമയം. പുലർച്ചെ 3 മണിക്ക് അങ്ങനെ കളിച്ചിരികളൊന്നും ഇല്ലല്ലോ. അപ്പം ഞാനിങ്ങനെ അമ്മ പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ ഈശോ എന്നെ വിളിക്കുന്നുണ്ടോ എന്ന് നോക്കിയിട്ട് കുറേ കാലം അങ്ങനെ ഈശോയുടെ വിളി നോക്കിയൊക്കെ ഇരുന്നിട്ടുണ്ട്. പക്ഷേ കുറച്ച് നാളൊക്കെ കഴിഞ്ഞപ്പോൾ അതൊക്കെ മറന്നുപോയി. ഈശോ അങ്ങനെ വിളിക്കുന്നുണ്ടോ എന്ന് നോക്കാനോ കേൾക്കാനോ ഒന്നും ഞാൻ ചെയ്യാറില്ല. 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ സിസ്റ്റർമാർ സൺഡേ ഗേറ്റിസം ക്ലാസ്സിലും പഠിക്കുന്ന സ്കൂളുകളിലൊക്കെയും ദൈവവിളിക്ക് വേണ്ടി വരുമല്ലോ. അപ്പം എല്ലാവർക്കും ഗ്രൂപ്പായി ത്രില്ലടിച്ച് പേര് കൊടുക്കും. ആഗ്രഹം ഉണ്ടായിട്ടൊന്നുമല്ല, അതൊക്കെ ഒരു രസം. നമ്മളങ്ങനെ പേര് കൊടുക്കുന്നു എല്ലാവർക്കും. കുറേ പേർക്കൊക്കെ അങ്ങനെ പേര് കൊടുത്തു. എക്സാമൊക്കെ കഴിഞ്ഞ് സിസ്റ്റേഴ്സ് ഓരോരുത്തർ മാറി മാറി പലരും വീടുകളിലേക്ക് വരാനും ഫോൺ വിളിക്കാനൊക്കെ തുടങ്ങി. എല്ലാവരോടും ഇല്ല, കാരണം അതങ്ങനെ വെറുതെ എല്ലാവരും കൊടുത്തപ്പോൾ അങ്ങനെ കൊടുത്തതാണ്, അങ്ങനെ വലിയ താല്പര്യമൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞു. പക്ഷെ എൻ്റെ മനസ്സിനെ സ്പർശിച്ച ഒരു പേരാണ്, അല്ലെങ്കിൽ എൻ്റെ മനസ്സിനെ ഇങ്ങനെ വിട്ട് കളയാൻ പറ്റാത്തൊരു കോൺഗ്രിഗേഷൻ്റെ പേരായിരുന്നു നിർമ്മലദാസി സിസ്റ്റേഴ്സ് എന്നുള്ളത്. നിർമ്മലദാസി, ആ ദാസി എന്ന വാക്ക് ഒരുപാട് മനസ്സിനെ സ്പർശിച്ചതും ഒത്തിരി ആകർഷിച്ചതുമായിരുന്നു. അപ്പം അവരോട് മാത്രം ഒരു നോ പറയാൻ എപ്പോഴും ഒരു മടിയായിരുന്നു. സിസ്റ്റർ വിളിക്കുമ്പോഴൊക്കെയും ഞാൻ വരും സിസ്റ്റേ, ഞാൻ വരും എന്നാണ് എപ്പോഴും പറയാറ്. എന്നാൽ ഞാൻ വരില്ല എന്നങ്ങനെ പറയാനുള്ളൊരു മനസ്സ് എനിക്കുണ്ടായില്ല. അപ്പോൾ രണ്ടും കൽപ്പിച്ച് ഞാൻ എൻ്റെ അമ്മയോട് പറഞ്ഞു, ഞാൻ സിസ്റ്റർ ആവാനായിട്ടൊരു സിസ്റ്റർ ആവാനെന്ന് അങ്ങനെ ആഗ്രഹമില്ല, അത് ഉറപ്പിച്ച് പറയാൻ പറ്റൂല അമ്മയോട്. അപ്പോൾ എനിക്കങ്ങനെ ആ സിസ്റ്ററിൻ്റെ അങ്ങോട്ട് പോകണം. നിർമ്മലദാസി സിസ്റ്റേഴ്സ് എന്നാണ് അവരുടെ പേര്. അപ്പോൾ ഞാൻ സിസ്റ്റർ ആവാൻ പേര് കൊടുത്തിട്ടുണ്ട്, അപ്പോൾ എന്തായാലും ഒന്ന് പോയി നോക്കണം എന്ന് പറഞ്ഞു. അപ്പം അമ്മ പറഞ്ഞു, അങ്ങനെയൊന്നും പോകണ്ട, എന്തിനാ അങ്ങനെ പോകുന്നത്, 10 കഴിഞ്ഞിട്ടല്ലേ ഉള്ളൂ, +2 കഴിയട്ടെ, ഡിഗ്രി കഴിയട്ടെ, അപ്പോഴാണ് തീരുമാനം എടുക്കാൻ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഞാൻ ഉടനടി സിസ്റ്റർ ആവണില്ല, എന്തായാലും ആ സിസ്റ്ററിനോട് പറഞ്ഞതല്ല, എന്തായാലും ഒന്ന് പോയി നോക്കാം അമ്മയെന്ന് പറഞ്ഞു. പിന്നെ അമ്മ അത് അപ്പച്ചനോട് പറഞ്ഞു, ആർക്കും താല്പര്യമൊന്നുമില്ല, എല്ലാവരും അതിശക്തമായി എതിർത്തു. അങ്ങനെ നീണ്ടു പോയി വരുന്ന ദിവസങ്ങളൊക്കെ. അപ്പോൾ ഇവിടെ ഉള്ള ക്യാമ്പും എല്ലാം കഴിഞ്ഞു. എന്നാലും സിസ്റ്ററിനോട് ഞാൻ പറഞ്ഞു, 2 ദിവസത്തേക്ക് ഞാൻ എന്തായാലും വരാൻ സിസ്റ്റേന്ന്. അപ്പം അങ്ങനെ അമ്മയും അപ്പച്ചനൊക്കെ ഏകദേശം ഒന്ന് സമ്മതിച്ച് സിസ്റ്ററിനെ വീട്ടിലേക്ക് വിളിച്ചു. അങ്ങനെ സിസ്റ്ററും ഞാനും അമ്മയും എൻ്റെ മാമയും ഉണ്ടായിരുന്നു. മാമയും കൂടിയിട്ട് ഞങ്ങൾ പോവാണ്. ഞങ്ങൾ ആദ്യമായിട്ട് പോകുന്നത് എടക്കളത്തൂരിലെ നിർമ്മല സദൻ എന്നൊരു സ്ഥാപനത്തിലാണ്.
ഞാൻ ആദ്യമായിട്ടാണ് അത്രയും ദൂരം യാത്ര ചെയ്ത് അങ്ങനെ ആ സ്ഥാപനത്തിലേക്കൊക്കെ എത്തുന്നത്. ഞാൻ ചെല്ലുമ്പോൾ തന്നെ കാണുന്ന ഒരു കാഴ്ച എന്ന് പറയുന്നത് ഈ സിസ്റ്റേഴ്സ്, അതായത് ആ നിർമ്മലദാസി സിസ്റ്റേഴ്സ്, അവിടെ ഒരു വലിയ ഹാളുണ്ട്. ആ ഹാളിൽ അവശരും ഒന്നും ചെയ്യാൻ പറ്റാത്ത കുഞ്ഞുമക്കൾ ഒത്തിരി പേര് അവിടെ കിടക്കുന്നു. അവരെയൊക്കെയും ശുശ്രൂഷിച്ച് സ്നേഹിച്ച് ലാളിച്ച് അവർക്ക് ചായ കൊടുക്കുന്ന സിസ്റ്റർമാരെയാണ് ഞാൻ കണ്ടത്. ശരിക്കും പറയണമെങ്കിൽ അവരുടെ മുഖത്തുള്ള ഒരു സന്തോഷം, അത് എന്താ പറയുക, അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല നമുക്ക്. അത് ശരിക്കും നമുക്ക് കണ്ട് മനസ്സിലാക്കാനേ പറ്റുള്ളൂ. അപ്പോൾ ശരിക്കും എനിക്കപ്പോൾ തോന്നിയത് ഇതാണ് ഭൂമിയിലെ സ്വർഗം എന്നാണ്. നമ്മൾ CLCയിൽ പ്രയറൊക്കെ ചൊല്ലില്ലേ, എനിക്ക് കാലുകളില്ല, നിങ്ങളാണ് എൻ്റെ കാലുകൾ, എനിക്ക് കണ്ണുകളില്ല, നിങ്ങളാണ് എൻ്റെ കണ്ണുകൾ എന്നൊക്കെ ഈശോ പറയുന്നത് പോലെ എനിക്ക് ആ സമയത്ത് തോന്നിയിട്ടോ. കാരണം അവർക്കൊന്നുമില്ല, എല്ലാം നമ്മൾ തന്നെ ചെയ്തു കൊടുക്കണം. പക്ഷേ എല്ലാം അവർക്ക് വേണ്ടി ആ സിസ്റ്റർമാർ ചെയ്തു കൊടുത്തിട്ടും അവരുടെ മുഖത്തുള്ള ഒരു സന്തോഷം, ഒരു ആനന്ദം, ശരിക്കും എനിക്ക് അപ്പോൾ തോന്നിയത് അവരാണ് ഭൂമിയിലെ മാലാഖമാരെന്നാണ് കേട്ടോ. ഒരു തീരുമാനമില്ലാതെ സിസ്റ്റർ ആവാനൊന്നുമല്ല ഞാൻ പോയതെങ്കിലും ആ ഒരു നിമിഷത്തിൽ തന്നെ ഞാൻ തീരുമാനിച്ചു എനിക്ക് എന്തായാലും ഇവരെ പോലെ ആവണം, മാലാഖയാവണം, നിർമ്മലദാസി ആവണം എന്ന്. സിസ്റ്ററേ, എന്തു പറയണു? സുഖല്ലേ? സുഖം. ഇതാണ് എന്റെ ചായൻ. നമസ്കാരം. ഇച്ചായൻ ആ സിസ്റ്റേഴ്സിനെ കണ്ടോ? ലോകം ഒരു മദർ തെരേസിനെ അറിയൂ, എന്നാൽ ആരാലും അറിയപ്പെടാത്ത ഒരുപാട് മദർ തെരേസമാർ ഇവിടെയുണ്ട് ഇച്ച. ഈ ലോകം മാലാഖമാരെ പറ്റി ഒരുപാട് എഴുതാറുമുണ്ട്, വാഴ്ത്തി പാടാറുമുണ്ട്. എന്നാൽ ആരാലും അറിയപ്പെടാതെ ഒന്നും പ്രതീക്ഷിക്കാതെ ഈ 4 ചുവരുകൾക്കുള്ളിൽ കഴിയുന്ന ഈ മാലാഖമാരെ ആരും അറിയാറില്ല. ദേ ആർ ദ റിയൽ അൺനോൺ ഏഞ്ചൽസ്. ഇച്ചായന്റെ പെങ്ങൾക്കും അവരിൽ ഒരാളാവണം. ഐ വാണ്ട് ടു ബി എ പാർട്ട് ഓഫ് ദം. പ്ലീസ് ഇച്ച. കണ്ണും കാതും കയ്യും ഹൃദയമൊക്കെ ആവാനായിട്ട് ഈശോ എല്ലാവരെയും വിളിക്കുന്നുണ്ടെങ്കിലും പലർക്കും അത് മനസ്സിലാവാണ്ടൊക്കെ പോകുന്നുണ്ട്. നിർമ്മലദാസി സിസ്റ്റേഴ്സിന് സ്കൂളുകളോ കോളേജുകളോ ഹോസ്പിറ്റലുകളോ ഒന്നും സ്വന്തമായില്ല. ഇന്ന് എല്ലാവരുടെയും ശുശ്രൂഷ ചെയ്യുന്നുണ്ട്. തളർന്നു കിടക്കുന്ന കുട്ടികൾ, ബുദ്ധിമാന്യമുള്ളവർ, HIV രോഗികൾ, കുഷ്ഠരോഗികൾ, ഇവരൊക്കെ ഞങ്ങൾ സ്വന്തമായിട്ടുള്ളവരാ. യാതൊരു പ്രതിഫലേച്ഛയും കൂടാതെ ഈ മക്കളെ ശുശ്രൂഷിക്കുമ്പോൾ ഈശോയുടെ മഹത്വം ലോകം ദർശിക്കുകയാണ്. അപ്പോൾ ലോകത്തിൻ്റെ വിളിയെ ഉച്ഛിഷ്ടം പോലെ കണക്കാക്കി ഈശോയുടെ സ്നേഹവിളിയെ സ്വീകരിച്ച് ജീവിക്കുന്ന സുവിശേഷങ്ങളാകാൻ, വിശുദ്ധരാകാൻ ഈശോ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. അങ്ങനെ തിരുസഭ വളരട്ടെ. പ്രൈസ് ഗോഡ്. ആവേ മരിയ. മണ്ണിൻ വഴികളിലിടറും പതിതരെയെന്നും താങ്ങുമീ കരങ്ങൾ, നിഴലായി തണലായി തുണയായി സ്നേഹക്കുളിരായി തഴുകും വെൺപ്രാവുകൾ, ആരോരുമില്ലാതെ അലയുന്നവർക്കെന്നും തണലേകിടും നീ ജന്മം സുകൃതം. മൺവീതികളിൽ മാലാഖകളാ വിണ്ണിൻ പ്രഭ തൂകിടും തോഴിമാ, നീറും ഹൃദയം നുകരും സൗഖ്യം, കനിവിൻ കടലേ തുണയരുളു.